ഹായ്, എല്ലാവർക്കും നെയ്യാർ എക്സ്പ്രസിന്റെ മറ്റൊരു കറണ്ട് അഫയർ സെക്ഷനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് 2026 ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ നമ്മളെ PSC ബുള്ളറ്റിൻ ആണ്. അതിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. നമുക്കപ്പോൾ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മളിത് ക്ലാസ്സിൽ ചർച്ച ചെയ്തൊരു കാര്യം കൂടിയായിരുന്നു. 2024 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. അത് മാത്രമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് PSC ബുള്ളറ്റിനിൽ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ. 2026 പ്രഖ്യാപിച്ചത് 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്. എത്രാമതാണ് എന്ന് ചോദിക്കണമെങ്കിൽ 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് പ്രഖ്യാപിച്ചു. ഈ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ നമുക്ക് നോക്കാം, മികച്ച നടൻ ഇപ്രാവശ്യം 2 പേരുണ്ട്. അതിലൊന്ന് മലയാളത്തിലെ മമ്മൂട്ടി, മറ്റൊരു വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അത് ഹിന്ദി നടനായിരിക്കുന്ന കാർത്തിക് ആര്യനാണ്. മമ്മൂട്ടിയും കാർത്തിക് ആര്യനും. മമ്മൂട്ടി നമുക്കറിയാം ഏതാണ് ചിത്രമെന്ന് ചോദിക്കണമെങ്കിൽ ഭ്രമയുഗമാണ്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം കൂടിയാണ് ഭ്രമയുഗം. ഇതോടുകൂടി അമിതാഭ് ബച്ചനും മമ്മൂട്ടിയും ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം എത്ര തവണ നേടിയെന്ന് ചോദിച്ചാൽ മമ്മൂട്ടി 4 തവണ നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അമിതാഭ് ബച്ചൻ 4 തവണ, മമ്മൂട്ടി 4 തവണ. ഏറ്റവും കൂടുതൽ ദേശീയ പുരസ്കാരങ്ങളും ഏറ്റവും കൂടുതൽ സംസ്ഥാന പുരസ്കാരങ്ങളും നേടിയിരിക്കുന്ന മലയാളി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആര് തന്നെയാണ്, മമ്മൂട്ടി തന്നെയാണ്. ഇനി മികച്ച സംവിധായകൻ ആരെന്ന് ചോദിക്കണമെങ്കിൽ അത് രാജ്കുമാർ പെരിയസ്വാമിയാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ, രാജ്കുമാർ പെരിയസ്വാമി. ഏതാണ് ചിത്രമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമരൻ എന്ന് പറയുന്ന തമിഴ് ചിത്രത്തിന്റെ സംവിധാനത്തിന് രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകനായിരിക്കുന്നു. മികച്ച നടി നമ്മൾ വിട്ടുപോയി. മികച്ച നടി ആരെന്ന് ചോദിക്കണമെങ്കിൽ യാമി ഗൗതമാണ്. ഏതാണ് ചിത്രമെന്ന് ചോദിക്കണമെങ്കിൽ ആർട്ടിക്കിൾ 370 ആണ്. ആദിത്യ സുഹാസ് സംവിധാനം ചെയ്ത ആർട്ടിക്കിൾ 370 ആണ് 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രവും. ആ ചിത്രത്തിലെ അഭിനയത്തിന് യാമി ഗൗതം മികച്ച നടിയായി ഒന്നുകൂടി റിവേഴ്സ് ചെയ്യുന്നു. മികച്ച നടൻ 2 പേരാണ്. അതിലൊന്ന് മമ്മൂട്ടി, മറ്റൊന്ന് കാർത്തിക് ആര്യൻ. മമ്മൂട്ടിയുടെ ചിത്രം ചോദിക്കണമെങ്കിൽ ഭ്രമയുഗം, കാർത്തിക് ആര്യന്റെ ചിത്രം ചോദിച്ചാൽ ചന്തു ചാമ്പ്യൻ ആണ്. കാർത്തിക് ആര്യന്റെ ചിത്രം ചന്തു ചാമ്പ്യൻ. മികച്ച നടി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ യാമി ഗൗതമാണ്. ഏത് ചിത്രത്തിന്റെ അഭിനയത്തിനാണ്? ആർട്ടിക്കിൾ 370. മികച്ച സംവിധായകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജ്കുമാർ പെരിയസ്വാമി. ഏതാണ് ചിത്രം? അമരനാണ്. മികച്ച ചിത്രം ആർട്ടിക്കിൾ 370 ആണ്. ആദിത്യ സുഹാസ് ജംഭാലയെ സംവിധാനം ചെയ്ത ചിത്രമാണ് ആർട്ടിക്കിൾ 370. ഇനി മികച്ച സഹനടനും മികച്ച സഹനടിയും. കഴിഞ്ഞ പ്രാവശ്യം മികച്ച സഹനടൻ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടനായിട്ട് മലയാളത്തിൽ നിന്നും വിജയരാഘവൻ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം മികച്ച സഹനടൻ സഞ്ജയ് മിശ്രയാണ്. ഏതാണ് ചിത്രമെന്ന് ചോദിക്കണമെങ്കിൽ ഭക്ഷക എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് സഞ്ജയ് മിശ്ര മികച്ച സഹനടനും. മികച്ച സഹനടി 2 പേരാണ്. അതിലൊന്ന് സജന നമിദാസ്, മറ്റൊന്ന് രൂപ വർക്കാടി. സജന നമിദാസും രൂപ വർക്കാടിയും. സജന നമിദാസ് ഏതാണ് ചിത്രമെന്ന് ചോദിച്ചാൽ മഹാരാജ. രൂപ വർക്കാടി ഏതാണ്? മിഥ്യ എന്ന് പറയുന്ന ചിത്രത്തിന്റെ അഭിനയത്തിന് മികച്ച സഹനടിമാർ 2 പേരാണ്. മികച്ച ഛായാഗ്രാഹകൻ. മലയാളത്തിൽ നിന്ന് മറ്റൊരു വ്യക്തിക്ക് ആ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. ഷഹനാദ് ജലാലാണ്. ഏതാണ് ചിത്രമെന്ന് ചോദിച്ചാൽ ഭ്രമയുഗം. ആ ചിത്രത്തിന്റെ ഛായാഗ്രഹണത്തിന് ഷഹനാസ് ജലാൽ എന്ത് ചെയ്യുന്നു? മികച്ച ഛായാഗ്രഹനായിരിക്കുന്നു. മികച്ച ഗായിക മലയാളത്തിൽ നിന്നാണ് വൈക്കം വിജയലക്ഷ്മിയാണ് മികച്ച ഗായിക. ചോദിക്കാം, നടൻ ചോദിക്കാം, ഛായാഗ്രഹണം ചോദിക്കാം, മികച്ച ഗായിക നമ്മളോട് ഇനി വരുന്ന ചോദ്യങ്ങൾ കൊണ്ടായിരിക്കും. അപ്പൊ മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. ഏതാണ് ചിത്രമെന്ന് ചോദിക്കണമെങ്കിൽ ARM എന്ന് പറയുന്ന ടോവിനോ അഭിനയിച്ച ഒരു ചിത്രത്തിലെ അഭിനയത്തിന് ആ ചിത്രത്തിലെ ഗാനം പാടിയതിന് മികച്ച ഗായികയായിട്ട് വൈക്കം വിജയലക്ഷ്മിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മികച്ച ഗായകൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അഭയ് ജോധ്പുക്കർ ആണ് മികച്ച ഗായകൻ. ഏതാണ് ചിത്രം? ഖരത് ഗണപതി എന്ന് പറയുന്ന ചിത്രത്തിലെ ഗാനാലാപനത്തിന് മികച്ച ഗായകൻ അഭയ് ജോധ്പുക്കർ. ഇനി മികച്ച മലയാള സിനിമ. ഈ കാറ്റഗറിയിൽ പോകുന്ന മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ, തെലുങ്ക്, ഒറിയ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അതിൽ മികച്ച മലയാള സിനിമയുടെ തിരഞ്ഞെടുത്തത് ഫെമിനിച്ചി ഫാത്തിമയാണ് അല്ലെ.
ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്തൊരു ചിത്രം കൂടിയാണ് അല്ലെ. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്തൊരു ചിത്രം കൂടിയാണ് ഫെമിനിസി ഫാത്തിമ എന്ന് പറഞ്ഞൊരു ചിത്രം. അത് മികച്ച മലയാള ചിത്രമായി. പിന്നെ ഇതിൽ കൊടുക്കാത്തൊരു കാര്യം നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുകാം. ഇപ്രാവശ്യത്തെ ജൂറി ചെയർമാൻ അല്ലെ, ഒന്ന് പേനമാക്കിക്കോട്ടെ. ഇപ്രാവശ്യത്തെ ജൂറി ചെയർമാൻ ആരാണ്? ഇപ്രാവശ്യത്തെ ജയരാജ് ആണ്. ജയരാജ്, മലയാള സിനിമകളൊക്കെ സംവിധാനം ചെയ്ത ജയരാജ് ആയിരുന്നു ഇപ്രാവശ്യത്തെ ജൂറി ചെയർമാൻ. തീർച്ചയായിട്ടും നമ്മളോട് 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ നിന്ന് PSC ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് നടനായിരിക്കും കൂടുതൽ ചോദിക്കുക. അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് പ്രവേശിക്കാം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിയായ നമോ ഗ്രീൻ ട്രെയിൻ ഹരിയാനയിലെ ജിത് റെയിൽവേ സ്റ്റേഷനിൽ ജൂലൈ 17 പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു എന്നാണ്. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഏതെന്ന് ചോദിച്ചാൽ നമോ ഗ്രീൻ ആണ് അല്ലെ. നമ്മുടെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആണ് നമോ ഗ്രീൻ. ഏത് സംസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹരിയാനയിലെ ജിദ്ദിനെ അല്ലെ, ജിദ് സോനിപത് നഗരങ്ങളെയാണ് ബന്ധിപ്പിച്ചു പോകുന്നു. ഇത് ആര് ഉദ്ഘാടനം ചെയ്തു എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയാണ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഇത് 2026 ജൂലൈ മാസം 17-ാം തീയതിയാണ് ഉദ്ഘാടനം. നോക്കി വെച്ചോളുക. 2026 ജൂലൈ മാസം 17-നാണ് പ്രധാനമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്തു. എത്ര കിലോമീറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ 89 കിലോമീറ്റർ ആണ് ദൈർഘ്യം. ഇത് ബന്ധിപ്പിക്കുന്നത് ഹരിയാനയിലെ ജിദ് സോനിപത്ത് ആണ്. നമ്മൾ മുന്നേ ചർച്ച ചെയ്തതാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ ഇതിനകത്ത് നമ്മൾ മുന്നേ ചർച്ച ചെയ്തതാണ്. അപ്പൊ അതൊന്നുകൂടി വായിക്കുന്നു. ഈ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിയായ നമോ ഗ്രീൻ ട്രെയിൻ ഹരിയാനയിലെ ജിത് റെയിൽവേ സ്റ്റേഷനിൽ ജൂലൈ 17 പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു എന്നാണ്. ഹരിയാനയിലെ ജിത് മുതൽ സോനിപത്ത് വരെയുള്ള 89 കിലോമീറ്റർ ആണ് ദൈർഘ്യം. അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് നോക്കാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യം. രാജ്യത്തെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിജയകരമായിട്ട് നമ്മൾ വിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. 2026 ജൂലൈ മാസം അല്ലെ, ജൂലൈ മാസം 18-ാം തീയതി ആദ്യത്തെ തന്നെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് ആയിരിക്കുന്ന വിക്രം 1 നമ്മൾ വിജയകരമായി വിക്ഷേപിച്ചു. ഹൈദരാബാദിലെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ സ്ഥാപനമായ സ്കൈ റൂട്ട് എയ്റോസ്പേസ് ആണ് വിക്രം 1 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ദൗത്യത്തിന് അവർ നൽകിയിരിക്കുന്ന പേരാണ് ആഗമൻ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ആഗമൻ. ഈ ദൗത്യത്തിന് അവർ നൽകിയിരിക്കുന്ന പേര് ചോദിച്ചാൽ എന്താണ്? ആഗമൻ എന്നാണ്. ഇതോടുകൂടി, അതായത് നമ്മളിത് വിജയകരമായിട്ട് വിക്ഷേപിക്കുന്നത് കൂടി ബഹിരാകാശത്ത് സ്വകാര്യ കമ്പനിയിൽ നിന്നും വിജയകരമായി വിക്ഷേപിക്കുന്ന 3ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. നോട്ട് ചെയ്ത് വെച്ചോ, 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 1 USA, 2 ചൈന. കേട്ടോ, 1ാമത്തെ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് USA ആണ്. 1ാമത്തെ രാജ്യം 2 ചൈന, 3 ഇന്ത്യയാണ്. അങ്ങനെ സ്വകാര്യ കമ്പനി സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നു? നിർമ്മിച്ച് റോക്കറ്റ് ബഹിരാകാശത്ത് എത്തിക്കുന്ന 3ാമത്തെ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഇന്ത്യയാണ്. ഏതാണ് ആ ദൗത്യം എന്ന് ചോദിച്ചാൽ വിക്രം 1 ആണ്. എന്നായിരുന്നു വിക്ഷേപണം? 2026 ജൂലൈ മാസം 18-ാം തീയതിയായിരുന്നു വിക്ഷേപണം. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കെയ്കോ ഫുജിമോറി അല്ലെ, പെറുവിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. അങ്ങനെ പെറുവിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് കെയ്കോ ഫുജിമോറി ആണ്. പെറുവിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ഉത്തര കൊറിയയിലെ ഇന്ത്യൻ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമിതനായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് സഞ്ജീവ് ജെയിൻ ആണ്. ഉത്തര കൊറിയയിലെ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമിതനായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് സഞ്ജീവ് ജെയിൻ ആണ്. ഇനി ഇതിൽ ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ആന്റി ബേൻഹം അധികാരമേറ്റു. അല്ലെ, ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി വന്നിരിക്കുന്നു. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്റി ബേൻഹം ആണ്. ആന്റി ബേൻഹത്തിന്റെ പാർട്ടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഏതാ പാർട്ടി? ലേബർ പാർട്ടിയാണ് കേട്ടോ. ലേബർ പാർട്ടിക്കാരനാണ്. പാർട്ടി എന്ന് ചോദിച്ചാൽ ഏതാണ്? ലേബർ പാർട്ടിയാണ്. പുള്ളിയുടെ പാർട്ടി ലേബർ പാർട്ടിയാണ്. ആന്റി ബേൻഹത്തിന്റെ പാർട്ടി എന്ന് ചോദിച്ചാൽ ലേബർ പാർട്ടിയാണ്. ഇനി മറ്റു രണ്ട് പോയിന്റ്. ജുറാസിക് പാർക്ക് സിനിമയിലെ നടനായിരിക്കുന്ന സാം നീൽ അന്തരിച്ചിരിക്കുന്നു എന്നതാണ്. സാം നീൽ അന്തരിച്ചിരിക്കുന്നു.
പക്ഷെ അതിൽ നമുക്ക് ഇത് വെരി പ്രധാനമാണ്. 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച നോക്കുവിദ്യ പാവക്കളി പ്രതിഭ മോനിപ്പള്ളി മുഴിക്കൽ പങ്കുജാക്ഷി അമ്മ അന്തരിച്ചിരിക്കുകയാണ് അല്ലെ. നമ്മളോട് ഇനി വരാൻ പോകുന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്ന്, അന്തരിച്ച മുഴിക്കൽ പങ്കുജാക്ഷി അമ്മ ഏത് കലാരൂപമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? നോക്കുവിദ്യ പാവക്കളിയാണ്. 2020 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചൊരു വ്യക്തിയും കൂടിയാണ് മുഴിക്കൽ പങ്കുജാക്ഷി അമ്മ. അടുത്ത ചോദ്യം, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന് ലോകമാന്യ തിലക് പുരസ്കാരം അല്ലെ. ലോകമാന്യ തിലക് പുരസ്കാരം 2026 ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരിക്കുന്ന അജിത് ഡോവലിനാണ് ലഭിച്ചു. സമ്മാന തുക 1 ലക്ഷം രൂപയാണ് കേട്ടോ. സമ്മാന തുക ചോദിക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപയാണ് സമ്മാന തുക. ഇനി ഇതാ നോക്കൂ, രണ്ടാമത് നമ്മളിവിടെ പഠിക്കേണ്ട ഒരു കാര്യം, ഭരത് മുരളി പുരസ്കാരം സംവിധായകനായിരിക്കുന്ന അടൂർ ഗോപാലകൃഷ്ണന്, ഭരത് മുരളി പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണന് ഇവിടെ സമ്മാന തുക 25,000 രൂപയാണ്. സമ്മാന തുക എത്രയാണ്? 25,000 രൂപയാണ്. ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്ന നോട്ട് ചെയ്ത് വെച്ചോളുക. അടുത്ത ചോദ്യം കാണാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടല്ലോ, കാണാലോ. ഓക്കെ, ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലെ മുഖവാരി പള്ളിയിലാണ് BBG റാംജി പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു എന്നാണ് അല്ലെ. BBG റാംജി അല്ലെ, വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ അല്ലെ. രണ്ട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു പേപ്പറിൽ എഴുതി വച്ചിട്ട് പോകാമല്ലോ അല്ലെ. സോ എന്നായിരുന്നു രാഷ്ട്രപതി ഇത് ഒപ്പുവെക്കുന്നത്? 2025 ഡിസംബർ 2025 ഡിസംബർ മാസം 21-ാം തീയതി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. ഇത് ആരാണ് അവതരിപ്പിച്ചത് പാർലമെന്റിൽ? ശിവരാജ് സിംഗ് ചൗഹാൻ. പാർലമെന്റിൽ അവതരിപ്പിച്ചത് ശിവരാജ് സിംഗ് ചൗഹാൻ ആയിരുന്നു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ അല്ലെ. ഇത് ഔദ്യോഗികമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നത് 2026 ജൂലൈ മാസം 1-ാം തീയതിയാണ്. എന്നാൽ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് 2026 ജൂലൈ മാസം 2-ാം തീയതി ഉദ്ഘാടനം ചെയ്തു. ആര് ഉദ്ഘാടനം ചെയ്തു? ശിവരാജ് സിംഗ് ചൗഹാൻ തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിലെ മുഖവാര പള്ളിയിലാണ് ഇത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ആ സമയം നമുക്ക് ഓർത്തിരിക്കാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ തൊഴിലുറപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ചില മണ്ണ് സാധനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ പൊക്കുന്നത്, വെയിറ്റ് ഒക്കെ അല്ലെ. അപ്പൊ അതൊന്ന് ചിന്തിക്കുക. സോ മുക്കി, അപ്പൊ മുഖവാര പള്ളി അല്ലെ, ഇതൊക്കെ വാരി എടുക്കണം, ഒന്ന് മുക്കുന്നു വാരുന്നു അല്ലെ. അപ്പൊ ആ സമയം പള്ളി എന്ന് വിളിക്കുന്നു. അപ്പൊ മുഖവാര പള്ളിയിലാണ്, ആന്ധ്രാപ്രദേശിലാണ്. നോട്ട് ചെയ്ത് വെച്ച് ചോദിക്കും, യാതൊരു സംശയം വേണ്ട. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിലെ മുഖവാര പള്ളിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കി വെച്ചോളുക. എത്രയാണ് നമ്മുടെ റേറ്റ് എന്ന് അറിയാലോ അല്ലെ. നമുക്ക് ഇപ്പോ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിന്റെ റേറ്റ് എത്രയാണ്? 401 രൂപയാണ്. ഏറ്റവും കൂടുതൽ ഏത് സ്റ്റേറ്റിലാണ്? 409 രൂപ ഹരിയാനയാണ്. എന്നാൽ സിക്കിമിലെ 3 ഗ്രാമപഞ്ചായത്തിൽ 450 രൂപ സിക്കിമിലെ 3 ഗ്രാമപഞ്ചായത്തിലുണ്ട്. അടുത്ത നോക്കിയോ, ഇന്ത്യയാണ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഉപഭോക്തൃ സുരക്ഷാ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ത്യയിലായിരിക്കും ഇത് നടന്നിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അല്ലടാ, നോക്കൂ, ഇന്ത്യയാണ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഉപഭോക്തൃ സുരക്ഷാ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. സമ്മേളനത്തിന്റെ വേദി ചോദിക്കണമെങ്കിൽ പിള്ളേരെ അത് ജനീവയിലാണ്. ജനീവയിലാണ് സമ്മേളനത്തിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ജനീവയാണ് വേദിയായിട്ട് വരുന്നത്, ജനീവയാണ്. പക്ഷെ അവിടെ അധ്യക്ഷ വഹിക്കുന്ന രാജ്യം ആരാണ്? ഇന്ത്യയാണ്. അതാണ് പ്രത്യേകത. അടുത്ത ബ്രിട്ടനിൽ ഇതാ ആദ്യമായിട്ടൊരു AI അല്ലെ, AI മന്ത്രി വന്നിരിക്കുന്നു. സോ അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഇന്ത്യൻ വംശജൻ കൂടിയാണ്. അതാണ് പ്രത്യേകത. ബീഹാറിലെ മുസാഫർപൂർ സ്വദേശിയായ കനിഷ്ക നാരായണനാണ് ബ്രിട്ടനിലെ പുതിയ AI മന്ത്രി. കേരളത്തിലെ AI മന്ത്രി ആരാ? അത് കുഞ്ഞാലിക്കുട്ടി. കേരളത്തിലെ AI മന്ത്രി അത് കുഞ്ഞാലിക്കുട്ടി. ബ്രിട്ടനിൽ ആരെന്ന് ചോദിച്ചാൽ അത് കനിഷ്ക നാരായണനാണ്. ബ്രിട്ടനിലെ പുതിയ AI മന്ത്രിയായിട്ട് വന്നിരിക്കുന്നത് ഇന്ത്യൻ വംശജനാണ്. അടുത്ത് നോക്കിയേ, കൊച്ചിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഡേറ്റാ സെന്റർ സ്ഥാപിക്കുന്നത്. കൊച്ചിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഡേറ്റാ സെന്റർ സ്ഥാപിക്കുന്നു. ഏത് ബാങ്കിന്റെ സഹായത്തോടെ? യെസ്, ഫെഡറൽ ബാങ്ക് ആണ്.
ഫെഡറൽ ബാങ്കിന്റെ സഹായത്തോടെയാണ് കൊച്ചിയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഡേറ്റാ സെന്റർ എന്ത് ചെയ്യാൻ പോകുന്നത് വരുന്നത്. ഇനി ഇതാ നോക്കിയോ, 2027 ജൂണിൽ നടക്കുന്ന ഗ്ലോബൽ AI ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. സ്വിറ്റ്സർലാൻഡിലെ ജനീവ, അല്ലെ? സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് 2027 നടക്കുന്ന AI ഗ്ലോബൽ ഉച്ചകോടിക്ക് വേദി. 26 ഇന്ത്യയിൽ നടന്നു, 27 എവിടെയാണ്? ജനീവയിലാണ്. 26 ഇന്ത്യ ചോദിച്ചതാണ്. 27 അടുത്ത വർഷം ജൂണിൽ നടക്കുന്ന ഗ്ലോബൽ AI ഉച്ചകോടി എവിടെയാണ് വേദി? സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. ഇന്ത്യയിലെ ആദ്യ AI സർവകലാശാല, അതായത് സർക്കാർ തലത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ AI സർവകലാശാല വരുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർണാടകയിലാണ്. സർക്കാർ തലത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ AI സർവകലാശാല വരുന്ന സംസ്ഥാനം കർണാടക. കർണാടകയിൽ എവിടെയാണ്? ബാംഗ്ലൂരിലാണ് സർക്കാർ തലത്തിലുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ AI സർവകലാശാല വരുന്നത്. നമുക്കറിയാം 16ാം കേരള നിയമസഭ വന്നു. മുഖ്യമന്ത്രി VD സതീശനാണ്. പലയിടത്തും ഇനിയിപ്പം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ചെയർമാനായിട്ട് വരുന്ന സ്ഥാനങ്ങളെല്ലാം മുഖ്യമന്ത്രി ആകാറുണ്ട് എന്നുള്ളതാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള കമ്പനി ആയിരിക്കുന്ന സിയാൽ, അല്ലെ? സിയാലിന്റെ പുതിയ ചെയർമാനായിട്ട് മുഖ്യമന്ത്രി VD സതീശൻ നിയമിതനായി. സിയാലിന്റെ ചെയർമാൻ എപ്പോഴും കേരള മുഖ്യമന്ത്രി ആയിരിക്കും. ആരാണ് കേരള മുഖ്യമന്ത്രി ആയിരിക്കുന്നത്? അദ്ദേഹമായിരിക്കും സിയാലിന്റെ ചെയർമാനായിട്ട് വരിക. നിലവിൽ ആരാണ്? VD സതീശനാണ്. സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് നടത്തിവരുന്ന ലഹരി വേട്ട പദ്ധതിയാണ് ഓപ്പറേഷൻ വജ്ര. നമ്മൾ ഓപ്പറേഷൻ തൂഫാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുന്നു. ഇതാ വന്നിരിക്കുന്നു ഓപ്പറേഷൻ വജ്ര എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ വന്നിരിക്കുന്നു. അതേപോലെ നമ്മൾ നോക്കി വെച്ചേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഓറം. ഓപ്പറേഷൻ ഔറം കേട്ടോ. അതായത് ഈ സ്വർണ വ്യാപാര മേഖലകളിലാണ്, ഈ സ്വർണ വ്യാപാര മേഖലകളിൽ നമ്മുടെ കേരളത്തിന്റെ GST വകുപ്പ് സംയുക്തമായിട്ട് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഔറം എന്ന് പറയുന്നത്. GST വകുപ്പിലെ GST ഇന്റലിജൻസും ഒപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇവരൊക്കെ സംയുക്തമായിട്ട് നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഔറം എന്ന് പറയുന്നത്. ആ ഓപ്പറേഷൻ കൂടി ഇവിടെ എന്ത് ചെയ്യാവുന്ന നോട്ട് ചെയ്ത് വെച്ചോളുക. ഈ ഓപ്പറേഷന്റെ പേരെന്തായിരുന്നു? അത് ഓപ്പറേഷൻ വജ്ര എന്നുള്ളതാണ്. ആ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ വജ്ര എന്നുള്ളതായിരുന്നു. ഇത് സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് നടത്തി വരുന്ന ലഹരിവേട്ട പദ്ധതിയാണ് ഓപ്പറേഷൻ വജ്ര. ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യം കൂടിയാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യാവുന്ന നോട്ട് ചെയ്ത് വെച്ചോളണേ. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. കണ്ണൂർ ജില്ലയിലെ കണിച്ചാറിലാണ് കേരളത്തിലെ ആദ്യത്തെ ശാസ്ത്രീയ മണ്ണിടിച്ചൽ മുന്നറിയിപ്പ് കേന്ദ്രം വരുന്നു. മുന്നേ നമ്മളിത് ചർച്ച ചെയ്തതാണ്. കണ്ണൂർ ജില്ലയിലെ കണിച്ചാറിലാണ് കേരളത്തിലെ ആദ്യത്തെ ശാസ്ത്രീയ മണ്ണിടിച്ചൽ കേന്ദ്രം വരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു, അല്ലേ? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. നിലവിൽ കേന്ദ്രത്തിൽ ആരാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി? പ്രഹ്ലാദ് ജോഷി കേട്ടോ. നിലവിൽ ആരാണ് കേന്ദ്രത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? പ്രഹ്ലാദ് ജോഷിയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ എന്ത് ചെയ്യുന്നു? രാജിവെച്ചു, അല്ലെ? CJPയുടെ സമരവുമായി റിലേറ്റ് ചെയ്ത്, അല്ലെ, നീറ്റ് പരീക്ഷയിലെ ചോർച്ചയും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജന്തർ മന്ദിറിൽ സമരം നടന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതുമായി റിലേറ്റ് ചെയ്ത് നമ്മുടെ കേന്ദ്ര മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചപ്പോൾ CJP പാർട്ടിക്ക് നല്ല പ്രഹ്ലാദവും ആഹ്ലാദവും ഒക്കെ വന്നു. ഇപ്പൊ ആരാണ്? പ്രഹ്ലാദ് ജോഷിയാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് കേട്ടോ. അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് മെല്ലെ പ്രവേശിക്കാം. അടുത്ത സ്പോർട്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. 2026 23ാം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആര് തന്നെയാണ്? സ്പെയിനാണ്, അല്ലെ? നമ്മളിത് നോക്കിയതാണ്. ഫൈനലിൽ അർജന്റീനയെ പരാജയപ്പെടുത്തി സ്പെയിൻ ജയിച്ചു. വേദി എവിടെയെന്ന് ചോദിച്ചാൽ ഫൈനലിന്റെ വേദി അമേരിക്കയായിരുന്നു. അതേ സ്പെയിനാണ് 2026 അണ്ടർ 19 യൂറോ ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കൾ. അതും കൂടി നോക്കി വെച്ചോ. അപ്പൊ അണ്ടർ 19 യൂറോ കപ്പ് ഫുട്ബോൾ ജേതാവായിട്ട് മാറിയിരിക്കുന്നതും സ്പെയിനാണ്. ഈ പ്രാവശ്യം ഫുട്ബോൾ ലോകകപ്പ് നേടിയിരിക്കുന്നതും സ്പെയിനാണ്. ഇനി ഇതാ നോക്കിക്കോ അടുത്തൊരു ചോദ്യം. ചരിത്ര പ്രസിദ്ധമായ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന പ്രഥമ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ആതിഥേയരായിരിക്കുന്ന ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി 270 റൺസിന്റെ ചരിത്ര വിജയം കരസ്ഥമാക്കിയത് ഇന്ത്യയാണ്.
അപ്പൊ ലോർഡ്സിൽ എന്ത് ചെയ്യുന്നു? ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി നമ്മൾ വിജയിച്ചിരിക്കുന്നു. ആ വിജയിച്ച കൂട്ടത്തിൽ ദേ ഒരു കാര്യം ഇവിടെ നോട്ട് ചെയ്ത് വെച്ചോ, മായ്ക്കാം, അല്ലെങ്കിൽ വരച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിലോ, അല്ലെ. ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ സെഞ്ചുറി നേടുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരമാണ് ഇന്ത്യയുടെ യാസ്തിക ഭാട്ടിയ. യാസ്തിക ഭാട്ടിയ അന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് യാസ്തിക ഭാട്ടിയ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. വീണ്ടും ഒരു അമ്പയറിംഗ്. വൃന്ദ റാഠിയാണ് ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ അമ്പയർ ആവുന്ന ആദ്യ ഇന്ത്യൻ വനിത. വൃന്ദ റാഠി. ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ നമുക്ക് ഈ വക ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊള്ളുക. വൃന്ദ റാഠിയാണ് ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ അമ്പയർ ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത. T20 മത്സരത്തില് ICC T20 മത്സരത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ മത്സരങ്ങളായിരുന്നു ആര് നിയന്ത്രിച്ചത്? വൃന്ദ റാഠി നിയന്ത്രിച്ചു. T20 ആര് വിജയിച്ചു? ഓസ്ട്രേലിയ വിജയിച്ചു എന്നുള്ളതായിരുന്നു കേട്ടോ. ഇസ് വെരി ഇമ്പോർട്ടന്റ്. മറ്റൊരു ചോദ്യം, ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ PV സിന്ധു വിജയിച്ചു എന്നുള്ളതായിരുന്നു, അല്ലെ. PV സിന്ധു J3 ആയി എന്നുള്ളതായിരുന്നു. ജപ്പാൻ ഓപ്പൺ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ് PV സിന്ധു. ഓക്കെ, PV സിന്ധു ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്നു. ജപ്പാനെ തന്നെ പരാജയപ്പെടുത്തിയാണ്, അല്ലെ. ജപ്പാൻ താരമായിരിക്കുന്ന അകാനെ യമാഗുച്ചിയെ പരാജയപ്പെടുത്തിയാണ്. യമാഗുച്ചിയെ പരാജയപ്പെടുത്തി PV സിന്ധു വിജയിച്ചു. സമ്മാനത്തുക എത്രയെന്ന് അറിയാമോ? ഇന്ത്യൻ മണി 8.1 കോടിയാണ്. ഈയോ, പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അന്നൊരു ദിവസം നമ്മൾ വല്ലതും കളിക്കാനൊക്കെ പോയാൽ മതിയായിരുന്നു, അല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല. 8.1 കോടി എന്നുള്ളതായിരുന്നു വലിയൊരു സത്യം. സോ അത് ആര് കൊണ്ടുവന്നു? PV സിന്ധു കൊണ്ടുവന്നു. അപ്പൊ ഈ പ്രാവശ്യം ചോദിക്കാം, കാര്യം ആദ്യമായിട്ടാണ് ജപ്പാൻ ഓപ്പണിൽ വനിതാ കിരീടം ഇന്ത്യ സ്വന്തമാക്കുന്നു എന്നുള്ളതാണ്. ഇനി നോക്കിക്കോ, 23ാമത് കോമൺവെൽത്ത് ഗെയിംസ് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ ആരംഭിച്ചു. കഴിഞ്ഞു ഇവിടെ, അല്ലെ. ഗ്ലാസ്ഗോയിൽ ആരംഭിച്ചു, കഴിഞ്ഞു എന്നുള്ളതായിരുന്നു. ഗെയിംസ് ഓഗസ്റ്റ് 2 സമാപിക്കും എന്നുള്ളതായിരുന്നു. സമാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട 1-2 കാര്യം എന്താ നോക്കി വെച്ചോ. 2026 നടന്നത് 23ാമത് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ പറ. 4ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ഓസ്ട്രേലിയ, 2 ഇംഗ്ലണ്ട്, 3 കാനഡ, ഇന്ത്യ 4ാം സ്ഥാനമാണ്. ഇനി ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു എന്നും കൂടി നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് നോക്കുന്നു. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം, ആകെ 39 മെഡലുകൾ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. 1ാം സ്ഥാനം ഓസ്ട്രേലിയ, 2 ഇംഗ്ലണ്ട്, 3 കാനഡ. ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 4ാം സ്ഥാനമാണ് കോമൺവെൽത്ത് ഗെയിംസിൽ. ഇനി 24ാമത് കോമൺവെൽത്ത് ഗെയിംസ് നമ്മൾ നടത്തും, ഇന്ത്യ നടത്തും. വേദി ഗുജറാത്തിലെ അഹമ്മദാബാദ്. കേട്ടോ, അതും കൂടി നോക്കി വെച്ചോളുക. വേദി ചോദിച്ചാൽ ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. ഇന്ത്യയാണ് വേദിയാകാൻ പോകുന്നു. ഇപ്രാവശ്യം 2026 എവിടെയാണ്? സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിലാണ് നടന്നു എന്നുള്ളതാണേ. ഫുട്ബോൾ ലോകകപ്പ് നമ്മൾ ചർച്ച ചെയ്താണ്. സ്പെയിൻ കൊണ്ടുപോയി അണ്ടർ-19 യൂറോ കപ്പും സ്പെയിൻ കൊണ്ടുപോയി. ഇനി എന്താ നോക്കി, ലോക ചെസ് ഫെഡറേഷൻ ഡേ, അതായത് ഫിഡെ ഇടക്കാല പ്രസിഡന്റായി ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ് നിയമിതനായി. ഫിഡെ അധ്യക്ഷ പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് വിശ്വനാഥൻ ആനന്ദ്, അല്ലെ. ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് വിശ്വനാഥൻ ആനന്ദ്. രാജീവ് ഗാന്ധി ഖിൽന പുരസ്കാരം, നിലവിൽ അറിയപ്പെടുന്ന പേര് മേജർ ധ്യാൻചന്ദ് ഖിൽന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ആര്? നമ്മുടെ വിശ്വനാഥൻ ആനന്ദ് എന്നുള്ളതാണ്. അത് നോട്ട് ചെയ്ത് വെച്ചോളുക. അടുത്ത ചോദ്യം, ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ അനാഹത് സിംഗിന് കിരീടം. അങ്ങനെ സ്ക്വാഷ് ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ് അനാഹത് സിംഗ്. സ്ക്വാഷ്, അല്ലെ. സ്ക്വാഷ് ഒരു റൂമിനകത്ത് ഒരു 2 ബോൾ ഇങ്ങനെ ചെമ്മരിലടിച്ചിട്ട് തിരിച്ച് റിട്ടേൺ എടുത്ത് കളിക്കുന്നതാണ് സ്ക്വാഷ്. ദീപിക പള്ളിക്കൽ മലയാളിയാണ്. ദീപിക പള്ളിക്കൽ സ്ക്വാഷ് കായിക താരമാണ്. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ഒരു വനിതയും കൂടിയാണ് ദീപിക പള്ളിക്കൽ. സ്ക്വാഷ് കായിക താരമാണ്. ഇതാ നോക്കിയോ, ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് വേദി ചോദിക്കുകയാണെങ്കിൽ കാനഡയാണ് കേട്ടോ. കാനഡയായിരുന്നു വേദി, കാനഡയായിരുന്നു. അവിടെ അനാഹത് സിംഗ് എന്ത് ചെയ്യുന്നു? സ്വർണം നേടിയിരിക്കുന്നു, മെഡൽ നേടിയിരിക്കുന്നു. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഭാരോദ്വഹനത്തിൽ 48 കിലോ വിഭാഗത്തിൽ മീരാഭായി ചാനുവിന് സ്വർണം. സോ ഇപ്രാവശ്യം നടന്ന കോമൺവെൽത്ത് ഗെയിംസില്
ആദ്യ സ്വർണം ഇന്ത്യക്ക് വേണ്ടി കരസ്ഥമാക്കിയ വ്യക്തി ആരാണ്? മീരാഭായി ചാനു ആണ്. 2018 2028 ഗെയിംസിൽ മീരാഭായി ചാനു സ്വർണം നേടിയിരിക്കുന്നു. ചോദ്യം വരാം. നമുക്ക് കോമൺവെൽത്ത് ഗെയിംസ് മാത്രമായിട്ട് നമുക്കൊരു സെക്ഷൻ പോവാം കേട്ടോ. ഓക്കെ, പിന്നെ ഒരു വിയോഗമാണ്. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസമായിരിക്കുന്ന ഗാരി ഫീൽ സോബേഴ്സ് അന്തരിച്ചു എന്നുള്ളതാണ്. അന്തരിച്ച ഗാരി ഫീൽ സോബേഴ്സ് ഏത് രാജ്യത്തിന്റെ കളിക്കാരൻ എന്ന് ചോദിച്ചാൽ വെസ്റ്റ് ഇൻഡീസ് ആണ്. സോ അദ്ദേഹം ഏത് മേഖലയിൽ പ്രശസ്തനാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ മേഖല ക്രിക്കറ്റ് ആണ്. ഓക്കെ ആണ്. ഒന്നുകൂടി റിവൈസ് ചെയ്യണം, ഒന്നുകൂടി നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ നോട്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലായിരിക്കുന്ന എവിടെ കൊടുക്കാം, IRCAയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ചർച്ച ചെയ്യാം. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അങ്ങോട്ട് ക്ലാസ് കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.